ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അജയനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട ഉടനെ തന്നെ അജയൻ പറഞ്ഞു, ഞാൻ എന്തായാലും അവനെ ഒന്ന് പോയി കാണട്ടെ. ഇന്നത്തോടെ ഞങ്ങളുടെ ഈ ഒരു പരസ്പരമുള്ള ബന്ധം അവസാനിക്കുകയാണല്ലോ. അവസാനമായി ഞാൻ അവനെ കാണുന്നതുകൊണ്ട് ഒന്ന് പഴയതുപോലെ ഒന്ന് കുത്തു കൊടുത്തിട്ട് വേണം വിടാൻ. അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞ് മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് അജയൻ അങ്ങനെ നിൽക്കുമ്പോൾ അജയനെ വളരെ ദേഷ്യത്തോടെ അവന്തിക്കാൻ നോക്കുന്നു. ഉടനെ അജയൻ വേഗം തന്റെ കൂട്ടുകാരനെ വിളിച്ചു. കൂട്ടുകാരൻ ബൈക്കുമായി വന്നതും അജയൻ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ പറത്തടാ, വേഗം പറത്തിക്കൊണ്ട് പോടാ എന്ന് പറഞ്ഞതും പറത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എടുത്ത് തള്ളേണ്ടി വരും എന്ന് പറഞ്ഞു. ഓ തെങ്കി, എങ്ങനെയെങ്കിലും നീ കൊണ്ടുപോടാ എന്ന് അജയൻ കൂട്ടുകാരനോട് അറിയിച്ചു. വേഗം കൂട്ടുകാരൻ തന്റെ ബൈക്കും എടുത്ത് പോകുമ്പോൾ അവന്തികയും അവിടെ നിന്ന് മടങ്ങുന്നു. അവർ രണ്ടുപേരും പോയത് കണ്ടതോടെ അർച്ചന വേഗം കാറിൽ കയറി, ചേട്ടാ ആ ബൈക്കിന് പിന്നാലെ പോയെന്ന് പറഞ്ഞു. അങ്ങനെ അജയനും കൂട്ടുകാരനും കൂടി പോകുന്ന ആ ബൈക്കിനെ പിന്തുടരാനായി അർച്ചന ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി അവരവിടെ നിന്ന് പുറപ്പെടുന്നു. ഈ സമയത്ത് വൃന്ദാവനത്തിൽ അവിടെ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു. അയൽവാസികളും അടുത്ത ബന്ധുക്കളുമെല്ലാം അവിടെ നിശ്ചയത്തിൽ പങ്കെടുക്കാനായി എത്തി. അനൂപ് വഴി അറിയാതെ വരുന്ന ആളുകൾക്കൊക്കെ കൃത്യമായി വഴി പറഞ്ഞു കൊടുത്തു നിൽക്കുമ്പോൾ അവിടെ ദിയാനന്ദ മാഷ് വിവാഹ നിശ്ചയത്തിനുള്ള മുഹൂർത്തം കുറിക്കാനായി എത്തിയ പൂജാരിയോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴേക്കും അനൂപിനോട് ദിയാനന്ദ മാഷ് ചോദിച്ചു, അല്ല എല്ലാവരും എത്തിയോ, സമയമാകാറായ മോനെ എന്ന ധിയേന്ദ്ര മാഷിന്റെ ചോദ്യം കേട്ട് അവരിങ്ങ് എത്താറായി അച്ഛാ, ഇപ്പൊ എന്നെ വിളിച്ചതേ ഉള്ളൂ എന്ന് അനൂപ് മറുപടി നൽകി. അല്ല ആതിര എവിടെ എന്ന് അപ്പോൾ അതുവഴി വരുന്ന മീരയോട് അനൂപ് അന്വേഷിക്കുന്നു. അവൾ നേരത്തെ ഒരുങ്ങിയിരുന്നല്ലോ, അവൾ ഇവിടെ എവിടെയോ ഉണ്ട് അനൂപേട്ട എന്ന് പറഞ്ഞുകൊണ്ട് മീര വീണ്ടും ആ ആതിരയെ അന്വേഷിച്ചുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് ആതിര റെഡിയായി റൂമിലിരിക്കുമ്പോൾ അവിടേക്ക് സച്ചി എത്തിക്കഴിഞ്ഞു. സച്ചി ആതിരയെ സമാധാനിപ്പിച്ചു. നീ ടെൻഷൻ ആവാതിരിക്കുമോളെ, നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി കാണാം. ഇനി അഥവാ ഒന്നും തന്നെ നടന്നില്ല എങ്കിൽ നമുക്ക് സന്ദീപിന്റെയും ആതിരയുടെയും വിവാഹം നടന്നതിന്റെ ആ സർട്ടിഫിക്കറ്റ് എല്ലാവരെയും കാണിച്ച് ഇന്നത്തോടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. അപ്പോഴേക്കും ആതിര ചോദിച്ചു, എങ്കിലും സന്ദീപ് ഇല്ലല്ലോ സച്ചിയേട്ടാ, സന്ദീപിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ എന്ന് ആതിര വിഷമത്തോടെ ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞു, അവനെ ഉടനെ കണ്ടെത്താം മോളെ നമുക്ക്, നീ വിഷമിക്കണ്ട. എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉടനെ ഇന്ന് ഉണ്ടാക്കാം നമുക്ക്. വിവാഹം കഴിഞ്ഞാൽ ഉടനെ വിവാഹ നിശ്ചയം നടക്കാതെ അത് മുടക്കി കഴിഞ്ഞാൽ പിന്നെ നേരെ മോളെ ഞങ്ങൾ നേരെ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുപോകും. എന്താ അത് പോരെ എന്ന് ചോദിച്ചതും പോരാ എന്നായി പെട്ടെന്നുള്ള കമലടത്തിയുടെ മറുപടി. അത് കേട്ടുകൊണ്ട് ഉടനെ മീര ഞെട്ടുമ്പോൾ മീരയോട് പറഞ്ഞു, അതെ, നമ്മുടെ വീട്ടിൽ വിവാഹ നിശ്ചയത്തിന് എത്തുന്ന ആളുകൾക്ക് ഒരു പോരായ്മയും തോന്നാൻ പാടില്ല. പണത്തിന് കുറവുണ്ടെങ്കിലും നമുക്ക് അഭിമാനം ഇന്നേ വരെ മോശം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ അഭിമാനത്തിന് കോട്ടം പറ്റുന്ന രീതിയിൽ ഒന്നും ഇവിടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ശരിയമ്മേ, ഞാനത് എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് മീര ഡ്രിങ്ക്സുമായിട്ട് പോകുമ്പോൾ ഉടനെ അവിടേക്ക് എത്തിയ അനൂപിന്റെ കയ്യിലേക്ക് അവൾ കമലെടുത്തി പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മോനെ ഇതാ ഇതുകൂടി നീ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അവിടെ വാങ്ങി വെച്ചിരുന്ന ആ മോതിരം എടുത്തു കൊടുക്കുന്നു. എൻഗേജ്മെന്റിന് കൈമാറാനുള്ള മോതിരം അനൂപിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. പിന്നെ പൂജാരിക്ക് കൊടുക്കാനുള്ള, തിരുമേനിക്ക് കൊടുക്കാനുള്ള ദക്ഷിണയൊക്കെ കയ്യിലുണ്ടോ മോനെ എന്ന് അനൂപിനോട് ചോദിച്ചിട്ടും അതൊക്കെ എൻ്റെ പക്കലുണ്ടമ്മേ എന്ന് അനൂപ് മറുപടി നൽകുന്നു. അങ്ങനെ അനൂപ് അതും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മുറ്റത്ത് എല്ലാവരും ഒത്തുചേർന്ന് അവിടെ വിരുന്നുകാരെല്ലാവരും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചിട്ട് എത്തിയ ആളുകളെല്ലാവരും വാതിൽക്കൽ കാത്തു നിന്നു. സച്ചിയും ആവണിമോളും എല്ലാം അവിടെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് അജയന്റെ വീട്ടിൽ നിന്ന് ആളുകളെത്തി. അവർ വന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതും അമ്മാവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി, ഞങ്ങൾ എത്തി കേട്ടോ എന്ന് എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും അജയന്റെ അമ്മയും അച്ഛനും അമ്മാവനും കൂടി പുറത്തേക്ക് ഇറങ്ങി. അജയൻ എത്തിയില്ലേ എന്ന് ചോദിച്ചതും അമ്മാവൻ പറഞ്ഞു, അവനെന്തോ ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്, അവനോട് നീ എത്തിക്കോളും, അതിനു മുമ്പ് ഞങ്ങളിങ്ങ് വന്നതേ ഉള്ളൂ. അല്ല ആളുകളെല്ലാവരും വിളിച്ചവരെല്ലാം എത്തിയോ എന്ന് അനൂപിനോട് അന്വേഷിച്ചതും ഉടനെ അമ്മാവന്റെ ചോദ്യം കേട്ട് അനൂപ് പറഞ്ഞു, അധികം ആരെയും ക്ഷണിച്ചിട്ടില്ല, ഇവിടുത്തെ അയൽവാസികളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അജയന്റെ അച്ഛനും അമ്മയും പറഞ്ഞു, ഞങ്ങൾ അധികം ആരെയും ക്ഷണിക്കാൻ പോയില്ല, ഞങ്ങൾ ക്ഷണിച്ചാൽ അത് എല്ലാവർക്കും പിന്നെ പരാതിയായിരിക്കും, അത് ഒരു 3 വണ്ടി ആളെങ്കിലും വരേണ്ടി വരും, അതുകൊണ്ട് ആരെയും ഞങ്ങൾ വിളിക്കാൻ പോയില്ല എന്ന് അമ്മാവൻ അറിയിച്ചു. അപ്പോഴാണ് അവിടെ സച്ചി നിൽക്കുന്നത് കണ്ടത്. ഉടനെ സച്ചിയെ കണ്ട് പരിചയമില്ലാത്തതുപോലെ അമ്മാവൻ വന്ന് ചോദിച്ചു, അല്ല ഇതാരാ ഇത് എന്ന് ചോദിച്ചതും അജയൻ ഉടനെ അനൂപ്, അത് ഇവിടുത്തെ എൻ്റെ മൂത്ത പെങ്ങളായ അച്ചുവിൻ്റെ ഭർത്താവാണ് എന്ന് അനൂപ് പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും അമ്മാവൻ പറഞ്ഞു, എന്തായാലും മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ, അജയൻ എത്തുമ്പോഴേക്കും നമുക്ക് കുടുംബ പുരാണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കാവുന്നേ. എന്തായാലും അജയൻ്റെ
ഈ കുടുംബത്തിലെ മൂത്ത മരുമകനും ഈ കുടുംബത്തിലെ ഇളയ മരുമകന്റെ അമ്മാവനും തമ്മിലാകട്ടെ ഇന്നത്തെ കുടുംബപുരാണം എന്ന് പറഞ്ഞ് ആവണി മോളെയും വിളിച്ചുകൊണ്ട് വേഗം അമ്മാവനും മറ്റെല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ആതിരാകെ ടെൻഷനോട് അങ്ങനെ ഇരിക്കുമ്പോൾ സച്ചി അർച്ചനയെ വീണ്ടും വിളിച്ചു നോക്കുന്നു. അർച്ചന ഇതുവരെയായിട്ടും ഫോൺ എടുക്കാത്തതുകൊണ്ടും അർച്ചനയെ കുറിച്ച് ഒരു വിവരം അറിയാത്തത് കൊണ്ടും സച്ചി ആകെ ടെൻഷനിലായി. അങ്ങനെ സച്ചി ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന സന്ദീപിനെ എവിടെയാണ് അവർ തടവിലാക്കിയിരിക്കുന്നത് അറിയാനായി അജയന്റെയും കൂട്ടുകാരന്റെയും പിന്നാലെ പോകുന്നതിനിടയിൽ പെട്ടെന്ന് ബൈക്ക് കാണാതാകുന്നു. അയ്യോ, ആ വണ്ടി കാണുന്നില്ലല്ലോ ചേട്ടാ എന്ന് അർച്ചന ആശങ്കപ്പെടുമ്പോൾ അയാൾ പറഞ്ഞു, അതെ മാഡം, നമ്മുടെ വണ്ടിക്കിടയിൽ വേറൊരു കാറ് വന്ന് കയറിയില്ലേ, അതാ പ്രശ്നമായത് എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, എന്തായാലും സാരമില്ല, നേരെ പൊക്കോ എന്ന് പറഞ്ഞ് അർച്ചന നേരെ വണ്ടി പൊയ്ക്കോളാനെ അറിയിച്ചു. മുന്നോട്ട് അങ്ങനെ കാറ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വഴിയരികിൽ സന്ദീപിന്റെ ബൈക്ക് ഇരിക്കുന്നത് അർച്ചന കണ്ടു. ഉടനെ കാറുകാരനോട് പറഞ്ഞു, ചേട്ടാ ഇവിടെ വണ്ടി ഒന്ന് നിർത്തിക്കേ. പെട്ടെന്ന് വണ്ടി അവിടെ നിർത്തിയതും സന്ദീപിന്റെ ബൈക്ക് കണ്ടതോടെ അർച്ചന വേഗം പുറത്തേക്ക് ഇറങ്ങി ആ ബൈക്കിന് ചുറ്റും നോക്കി. അവിടെ സന്ദീപിന്റെ ബൈക്ക് വെച്ചിട്ട് അപ്പോൾ ഇവിടെ നിന്നാണ് സന്ദീപിനെ തട്ടിക്കൊണ്ട് പോയത് എന്ന് അർച്ചനയ്ക്ക് മനസ്സിലാവുന്നു. ഇവിടുന്ന് എവിടേക്കായിരിക്കും സന്ദീപിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക എന്ന ആശങ്കയോടെ അർച്ചന അവിടുന്ന് വീണ്ടും ഒരു ഊഹം വെച്ച് അവിടെ എല്ലായിടത്തും നോക്കുന്നു. ഏതെങ്കിലും ഒരു വഴി കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അർച്ചന അങ്ങനെ മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് അജയനും കൂട്ടുകാരനും കൃത്യമായി ആ ഗോഡൗണിലേക്ക് എത്തിയത്. അവിടെ വന്നതിന് ശേഷം തൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും അജയൻ നിർദ്ദേശം നൽകി. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ, അവനെ നമ്മൾ രക്ഷപ്പെടാൻ അനുവദിക്കുന്നു എന്നല്ല, അവൻ ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ നമ്മൾ അവന് സമയം കൊടുത്തു എന്ന് കരുതരുത്. അവൻ്റെ ആ ഒരു ആഗ്രഹത്തിൽ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ രക്ഷപ്പെടുന്നു എന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ. ചിലപ്പോൾ നമുക്കിട്ട് തല്ലോ ചവിട്ടോ ഒക്കെ കിട്ടിയെന്നിരിക്കും, അതൊന്നും സാരമില്ല. പിന്നെ അറിയാവല്ലോ, അവൻ നെല്ലിശ്ശേരിയിലെ ആളാണ് എന്ന് പറഞ്ഞതും കൂട്ടുകാരൻ പറഞ്ഞു, അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവന് സ്വയം നമ്മളെ തലയിട്ടിട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞതും അജയൻ പറഞ്ഞു, അങ്ങനെയൊന്നും അവനെ അത്ര നിസ്സാരനാക്കി കാണുമൊന്നും വേണ്ട. കാരണം നെല്ലിശ്ശേരിയിലെ ചോരയല്ലേ, മുറിച്ചിട്ടാൽ മുറി കൂടും, അതാണ് ഇനം. അതുകൊണ്ട് എന്തായാലും നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അജയൻ കൂട്ടുകാരെയും കൂട്ടി വേഗം സന്ദീപിനരികിലേക്ക് പോകുമ്പോൾ അർച്ചന അവിടെ കാണുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ തനിക്ക് തോന്നിയ ഒരു വഴിയിലൂടെ നടന്നു മുന്നോട്ട് നീങ്ങുമ്പോഴാണ് കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ അജയനെ കൂട്ടിക്കൊണ്ടുവന്ന കൂട്ടുകാരൻ ബൈക്കുമായി അവിടെ ഇരിക്കുന്നത് കണ്ടത്. ഉടനെ അർച്ചന വേഗം അയാളെ നോക്കി അവിടെ നിന്നു. അയാൾ വേഗം ഫോണിൽ സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് അകത്തേക്ക് കയറി പോന്നു. അർച്ചന ഈ തക്കത്തിന് തൻ്റെ ഫോൺ എടുത്ത് സന്ധ്യ ഡോക്ടറെ വിളിച്ച് വിവരം അറിയിക്കണം. പിന്നീട് സന്ധ്യ ഡോക്ടറെയും സംസാരിച്ചതിന് ശേഷം അർച്ചന അയാൾ അവിടെ നിന്ന് പോകുന്നത് ശ്രദ്ധിച്ച് വേഗം അയാളുടെ പിന്തുടർന്ന് എത്തുന്നു. അയാളെ പിന്തുടർന്ന് വേഗം ആ ഗോഡൗൺ അരികിലേക്ക് അയാൾ കയറി പോകുന്നത് അർച്ചന കണ്ടു. അർച്ചന അയാളുടെ പിന്നാലെ വരുന്നതിനിടയിലൊക്കെ വീണ്ടും ഫോൺ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഈ സമയത്ത് സന്ദീപിനരികിലേക്ക് എത്തി അജയൻ വിളിച്ചു, എടാ സന്ദീപേ, നീ നോക്കിക്കേ എൻ്റെ ഈ വേഷം എന്ന് പറഞ്ഞ് തൻ്റെ ഷർട്ടും മുണ്ടും ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും സന്ദീപ് നോക്കിയിട്ട് പറഞ്ഞു, അതെ, നീ അതിശയപ്പെടുകയൊന്നും വേണ്ട, ഇന്നേ എൻ്റെ വിവാഹ നിശ്ചയമാണ്. എന്നെ കണ്ടാൽ എന്തായാലും ആളുകൾ പറയില്ലേ ആതിരയുടെ പയ്യൻ കൊള്ളാമെന്ന്, എന്താ അങ്ങനെ പറയില്ലേ എന്ന് ചോദിച്ചു. ഉടനെ സന്ദീപ് നോക്കുമ്പോഴേക്കും അജയൻ പറഞ്ഞു, നീ ടെൻഷൻ ആവണ്ടടാ, നീ ഒരുപാട് തവണ ഉമ്മ കൊടുത്ത അവളുടെയൊക്കെ വിരലിൽ ഞാൻ എൻ്റെ അജയൻ എന്ന പേരെഴുതിയ മുദ്ര ഇടാൻ പോകുന്നു, മനസ്സിലായോടാ എന്ന് അജയൻ പറഞ്ഞു. അത് കേട്ടതും സന്ദീപ് ആകെ ഞെട്ടോടെ നിൽക്കുമ്പോൾ അജയൻ വലിയ സന്തോഷത്തോടെ പോകാൻ തുടങ്ങുന്നത് കണ്ട് സന്ദീപ് വിളിച്ചു പറഞ്ഞു, അതിന് എൻ്റെ ഭാര്യ എങ്ങനെയാടാ നിനക്ക് കെട്ടാൻ കഴിയുന്നത് എന്നായി സന്ദീപിൻ്റെ ചോദ്യം. എടാ മണ്ട, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാടാ എന്ന് സന്ദീപ് അജയനെ വിളിച്ച് അറിയിച്ചു. അത് കേട്ടതോടെ അജയൻ ആകെ ഞെട്ടലോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, കൊള്ളാം, നിന്റെ അവസാനത്തെ ഒരു പരീക്ഷണം, ഒരു ശ്രമം, ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു അവസാന ശ്രമം അല്ലേ എന്ന് സന്ദീപിനോട് അജയൻ ചോദിച്ചു. സന്ദീപ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അജയൻ പറഞ്ഞു, ഇനി അഥവാ അത് സത്യമാണെങ്കിൽ തന്നെ ഒരു പ്രശ്നവും എനിക്കില്ല. ഞാൻ അവളെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കാനോ പ്രതിഷ്ഠിക്കാനോ ഒന്നും അല്ലടാ. ഇതിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്, അതൊന്നും നിനക്കറിയില്ല എന്ന് മാത്രം എന്ന് സന്ദീപിനോട് അജയൻ പറയുന്നു. അപ്പോഴേക്കും അർച്ചന ഫോണിൽ സംസാരിച്ചുകൊണ്ട് ആ ഗോഡൗണിലേക്ക് കയറുന്നു. സന്ദീപിനരികിലേക്ക് എത്തി അജയൻ പറഞ്ഞു, അതെ, എന്തായാലും ഇന്ന് നമ്മളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണല്ലോ, അതുകൊണ്ട് നിനക്ക് ഞാനൊരു സമ്മാനം തന്നു വിടണ്ടേ, അതിനെന്താ ഞാൻ തരിക എന്നാലോചിച്ച് സന്ദീപിൻ്റെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് അജയൻ അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന ആ ഗോഡൗണിനകത്ത് കയറുന്നു. ആ സമയത്ത് അർച്ചന അകത്തേക്ക് കയറി വരുമ്പോൾ അകത്തു നിന്ന് അജയൻ്റെ സംസാരം കേൾക്കാനിടയാകുന്നു.
അർച്ചന പതുക്കെ അവിടേക്ക് നോക്കുമ്പോഴേക്കും അജയൻ അരികിലേക്ക് എത്തി പറഞ്ഞു, അതെ, നിനക്കൊരു സമ്മാനം തരാതെ ഞാൻ എങ്ങനെ വിടും? നിനക്കുള്ള സമ്മാനം ദാ ഇപ്പൊ തന്നെ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അജയൻ തന്റെ കയ്യിൽ കിട്ടിയ ആ വടി കയ്യിൽ പിടിച്ചങ്ങനെ ചുരുട്ടിക്കൊണ്ട്, ഇത് വെച്ച് ഒരെണ്ണം തന്നേക്കാം, അതല്ലേ എൻ്റെ ഒരു സമാധാനം എന്ന് പറഞ്ഞ് അജയൻ അത് കറക്കി ചുരുട്ടി സന്ദീപിനെ തല്ലാനായിട്ടിറങ്ങുമ്പോൾ അജയനോട് സന്ദീപ് പറഞ്ഞു, അജയ വേണ്ട. അപ്പോഴേക്കും അജയൻ തല്ലാനായി ആ വടി ഉയർത്തിയതും എടാ എന്നുള്ള ഒരു വിളി കേട്ടു. എല്ലാവരും ഞെട്ടലോടെ നോക്കുമ്പോൾ പിന്നിൽ ആ പുകമറയത്ത് അർച്ചന അകത്തേക്ക് കയറി വരുന്നത് കണ്ടു. അർച്ചനയെ കണ്ടതും സന്ദീപ് പിന്തിരിഞ്ഞു നോക്കി. ഏട്ടത്തി എന്ന് വിളിച്ചിട്ടും സന്ദീപേ എന്ന് അർച്ചന ആശങ്കയോടെ സന്ദീപിനരികിലേക്ക് ഓടിയെത്തി. സന്ദീപിനെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അർച്ചന വേഗം വന്ന് കെട്ടഴിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന അജയന്റെ കൂട്ടുകാരന്മാർ അർച്ചനയെ കടന്നു പിടിക്കുന്നു. അർച്ചനയെ പിടിച്ചു മാറ്ററ എന്ന് പറഞ്ഞ് അജയൻ ബഹളം വെച്ചതും അർച്ചനയെ പിടിച്ചങ്ങ് മാറ്റി നിർത്തുന്നത് കണ്ട് അജയൻ അരികിലേക്ക് എത്തി. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, വിട്, എൻ്റെ ഏട്ടത്തിയെ വിട്, എൻ്റെ ഏട്ടത്തിയെ വിട് എന്ന് പറഞ്ഞ് സന്ദീപ് ബഹളം വെച്ചു. ഈ സമയത്ത് അർച്ചനയുടെ അരികിലേക്ക് എത്തി അജയൻ പറഞ്ഞു കൂട്ടുകാരോട്, എടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ചേച്ചിക്ക് ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഈ ചേച്ചിയുടെ അച്ഛന് ഇവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു പാഠമുണ്ട്, അനുവാദം ഇല്ലാതെ ഇവരുടെ ദേഹത്ത് ആര് തൊട്ടാലും അവർക്ക് സമ്മാനം കൊടുക്കണമെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഇവരെ ആരെയും ഏട്ടത്തിയെ നിങ്ങൾ ആരും അങ്ങനെ പിടിക്കണ്ട കേട്ടോ. കാരണം അത് ഏട്ടത്തിക്ക് അങ്ങ് ഇഷ്ടമായെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങളങ്ങ് വിട്ടേക്ക്. പിന്നെ ഞാൻ ഏട്ടത്തിയുടെ അനുജത്തി വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ, അങ്ങനെ വരുമ്പോൾ അനുജനല്ലേ, അതുകൊണ്ട് ഞാൻ തൊടുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല, അത് ഏട്ടത്തിക്കും കുഴപ്പമുണ്ടാവില്ല അല്ലേ എന്ന് പറഞ്ഞ് അജയൻ കൂട്ടുകാരോട് മാറി നിൽക്കാനായി അറിയിച്ചു. എന്നിട്ട് അജയൻ വേഗം ചെന്ന് അർച്ചനയെ പിടിച്ച് അർച്ചനയെ അങ്ങോട്ട് മാറി നിൽക്കടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. അർച്ചന എന്നെ വിട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടോണം അങ്ങനെ നോക്കുമ്പോൾ അജയൻ അർച്ചനയെ പിടിക്കാനായി അർച്ചനയുടെ അരികിലേക്ക് പാഞ്ഞെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ വന്ന് അജയനെ ആരോ ചവിട്ടുന്നു. അജയൻ ആ നിമിഷം തെറിച്ചു നിന്ന് വീഴുമ്പോഴേക്കും അർച്ചന നോക്കുമ്പോൾ തൻ്റെ മുന്നിലേക്ക് അബ്ദുൽ ഖാദർ ഡോക്ടർ വന്നു നിൽക്കുന്നു. അബ്ദുൽ ഖാദർ വന്ന് അജയനെ ചവിട്ടി എറിഞ്ഞത് കണ്ട് മറ്റു കൂട്ടുകാർ അബ്ദുൽ ഖാദറെ ആക്രമിക്കാനായി ഓടിയെത്തുമ്പോൾ അവരെയും ഇടിച്ച് താഴെയിടുന്നു. അങ്ങനെ എല്ലാത്തിനെയും ചവിട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞ് കഴിയുമ്പോഴേക്കും അർച്ചന വേഗം സന്ദീപിന്റെ കെട്ടഴിക്കാൻ തുടങ്ങി. ഉടനെ അർച്ചനയോട് അബ്ദുൽ ഖാദർ ഡോക്ടർ പറഞ്ഞു, അർച്ചന വേഗം സന്ദീപിനെ കെട്ടഴിച്ച് രക്ഷിച്ചുകൊണ്ട് പോകാൻ നോക്ക്, നിങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു, ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വേഗം അബ്ദുൽ ഖാദർ ആ ഇടിച്ചിട്ടവന്മാരുടെ എല്ലാവരുടെയും ദേഹത്തേക്ക് വീണ്ടും ചെന്ന് വീഴുകയും അവരെയെല്ലാം അവിടെ കിടന്നിടിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് അർച്ചന പെട്ടെന്ന് സന്ദീപിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആ കയ്യിലെ കെട്ടും മറ്റും അഴിച്ചെടുക്കാൻ നോക്കുമ്പോൾ വേറൊരു ഗുണ്ട വന്ന് അർച്ചനയെ ആക്രമിക്കാൻ ഒരുങ്ങി. അർച്ചന അവനെ തട്ടി മാറ്റിയിട്ട് സന്ദീപിന്റെ കയ്യിലെയും കാലിലെയും കെട്ട് വേഗം അഴിച്ചു മാറ്റുന്നു. അപ്പോഴേക്കും അബ്ദുൽ ഖാദറിനെ മറ്റെല്ലാവരും ചേർന്ന് തള്ളിയിടുമ്പോൾ അബ്ദുൽ ഖാദർ അവിടെ ഇരുന്ന 2 കമ്പി കഷ്ണം കയ്യിലെടുത്തു. അതെടുത്തുകൊണ്ട് അജയനെയും അജയന്റെ കൂട്ടുകാരന്മാരെയും എല്ലാം തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്നു. അങ്ങനെ നിലത്ത് കിടന്ന് അജയനും അജയന്റെ കൂട്ടുകാരുമെല്ലാം ഡോക്ടറുടെ തല്ല് വാങ്ങിച്ചു കൊടുക്കുന്നു. അതിനിടയിൽ സന്ദീപിനെ വീണ്ടും ആക്രമിക്കാനായി മറ്റൊരുത്തിന് ഓടിയെത്തുമ്പോൾ അവനെ സന്ദീപും ചവിട്ടി താഴെയിട്ടു. പിന്നീട് സന്ദീപിനെ താങ്ങി പിടിച്ചുകൊണ്ട് അർച്ചന അവിടെ നിന്ന് സന്ദീപിനെ രക്ഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ സന്ദീപുമായി വേഗം അർച്ചന ഗോഡൌണിൽ നിന്ന് പുറത്തിറങ്ങുകയും താൻ വന്ന കാറിലേക്ക് സന്ദീപിനെ പതുക്കെ കൊണ്ടു ചെന്നിരുത്തുന്നു. അതിനുശേഷം അർച്ചനയും കാറിലേക്ക് വന്ന് കയറുമ്പോൾ അബ്ദുൽ ഖാദർ തല്ല് കൊടുക്കുന്നതിനിടയിൽ വേഗം ഗോഡൌണിന് പുറത്തിറങ്ങി നോക്കി അവർ അവിടുന്ന് രക്ഷപ്പെട്ടുപോയിന്. അവർ കാറുമായി പോയെന്ന് ഉറപ്പായതോടെ അബ്ദുൽ ഖാദർ വീണ്ടും അകത്തേക്ക് കയറി വന്ന് അജയനെയും കൂട്ടാളികളെയും തല്ലി തരിപ്പണമാക്കി അവരെ എല്ലാവരെയും തലങ്ങും വിലങ്ങും അടികൊടുത്ത് എല്ലാത്തിനെയും ശരിക്കും പദം വരുത്തുന്നു. ഈ സമയത്ത് അവന്തിക തന്റെ അനുജത്തിയെ വിളിച്ചു വരുത്തിയതിന്റെ സന്തോഷത്തിൽ അനഘയോട് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അന്വേഷിച്ചു. വളരെ ഗംഭീരമായിരുന്നു. പിന്നെ ചേച്ചി എനിക്കൊരു വാക്ക് തന്നിരുന്നു, ട്രിപ്പ് പോയിട്ട് വന്നു കഴിയുമ്പോൾ സന്ദീപിനെ എനിക്ക് തരാമെന്ന് എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലല്ലേ ഞാൻ ഇത്രയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി നീ സന്തോഷത്തോടു കൂടി തയ്യാറായിക്കോ. ഇന്നത്തെ ദിവസമാണ് നിനക്ക് സന്ദീപിനെ ഞാൻ വാങ്ങിച്ചു തരുന്നത്. ശരിക്കും ഇത് നിനക്ക് പിടിച്ചു തരിക തന്നെയല്ലേ? ഞാനെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തും. ഉടനെ അനഘ പറഞ്ഞു, എന്നാ ചേച്ചി വാ നമുക്ക് പോകാം, ഇനി സമയം കളയണ്ട എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, സന്ദീപ് കൂടി വരട്ടെ എന്നിട്ട് നമുക്ക് പോകാം. അപ്പോഴേക്കും അനഘ ചോദിച്ചു, സന്ദീപ് ഇങ്ങോട്ട് വരുവോ? അതെന്താ ചേച്ചി എന്ന് ചോദിച്ചതും അതാണ് പ്ലാനിങ്. അല്ല, ഞാൻ ഇത്ര പെട്ടെന്ന് വരാൻ അവനോട് പറഞ്ഞതാണ്, ഈ സമയത്തിനകം എത്തേണ്ടതാണ്, ഇതെന്താ വൈകുന്നെന്ന് അറിയില്ലല്ലോ എന്ന്. ഇനി ആ മഴവണ്ടന്മാരെന്തേലും പണി ഒപ്പിച്ചിട്ടുണ്ടോ എന്നെല്ലാം ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അവന്തികയുടെ ഫോൺ റിങ് ചെയ്തു. ഉടനെ തന്നെ അർച്ചനയുടെ കോളാണെന്ന് കണ്ടതോടെ അവന്തിക പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ എല്ലാം കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കണ്ടോ
അർച്ചനയുടെ ഫോൺ കോൾ വന്നിരിക്കുന്നത്. അപ്പോഴേക്കും അനഘ ചോദിച്ചു, ചേച്ചി നമ്മളെന്നും ചെയ്തതിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ? സാധാരണ നമുക്ക് പണി കിട്ടാറുള്ളത് പോലെ ഇത്തവണയും ചേച്ചിയുടെ ഈ പദ്ധതിയൊക്കെ പാളിപ്പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സന്ദീപിന്റെ അനഘയുടെ ആ ചോദ്യം കേട്ട് അവന്തിക പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഇപ്പോ അതെല്ലാം കൃത്യമായി തന്നെ നടപ്പിലായിട്ടുണ്ട്. ദാ അവരിപ്പോ എന്നെ വിളിക്കുന്നേ, ഇത് കണ്ടില്ലേ? സന്ദീപിന്റെ നിന്റെയും വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ നടത്തിയിരിക്കല്ലേ. ഇതിനോടകം അവിടെ അജയന്റെയും ആതിരയുടെയും വിവാഹ നിശ്ചയവും കഴിഞ്ഞിട്ടുണ്ട്. അക്കാര്യം പറയാനാണ് സത്യത്തിൽ ദാ ഇപ്പൊ ഈ അർച്ചന വിളിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞ് കോൾ എടുത്തു. ഹലോ എന്ന് വിളിച്ചതും അർച്ചന പറഞ്ഞു, ഏട്ടത്തി എവിടെയാ? അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. ഉടനെ അർച്ചന, അത് പിന്നെ ഏട്ടത്തി എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, ഏയ് ഇനി നീ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. അവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞല്ലോ. അജയന്റെയും ആതിരയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞില്ലേ? ഇനി നീ അറിയാനായിട്ട് ഒരു സന്തോഷ വാർത്ത ഞാൻ പറയാം. ഉടനെ തന്നെ 1 മണിക്കൂറിനുള്ളിൽ സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം നടക്കും. ഇനി നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകളും ഇളയ മരുമകളുടെയും ഇടയിൽ കിടന്ന് ഞെരുങ്ങാനാണ്, ഞെളിപിരി കൊള്ളാനാണ് സേതുമാധവന്റെ പ്രിയപ്പെട്ട മരുമകളുടെ വിധി എന്ന് അവന്തിക അർച്ചനയോട് പറഞ്ഞു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, അല്ല ഏട്ടത്തി, അതിന് അനഘ ഇവിടെ ഇല്ലല്ലോ എന്ന് ചോദിച്ചതും അനഘ പറഞ്ഞിട്ട് സ്പീക്കറിലിട്ട് സംസാരിച്ച അവന്തിക ഉടനെ അനഘ ഇവിടെ ഇല്ലല്ലോ എന്ന അർച്ചനയുടെ ശബ്ദം കേട്ടതും അനഘ പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ലെന്ന്? ഞാൻ എപ്പോഴേ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇന്ന് വിവാഹവും നടക്കും എന്ന് അനഘ മറുപടി നൽകി. അപ്പോഴേക്കും അനഘ അങ്ങനെ പറഞ്ഞത് കേട്ട് അവന്തിക വലിയ അഹങ്കാരത്തോടെ നിൽക്കുകയാണെന്ന് മനസ്സിലായതോടെ അവന്തിക പറഞ്ഞു, അതെ, ഇനി നീ കൂടുതലൊന്നും ആശങ്കപ്പെടുകയൊന്നും വേണ്ട. ഉടനെ തന്നെ അനഘയുടെയും സന്ദീപിന്റെയും വിവാഹം നടത്താൻ പോവുകയാണ്. എന്തായാലും നീയും സച്ചിയും വേഗം നെല്ലിശ്ശേരിയിലേക്ക് വാ. മൂത്ത ഏട്ടന്റെയും ഏട്ടത്തിയുടെയും അനുഗ്രഹം നൽകണ്ടേ? അതുകൊണ്ട് ഇവർക്ക് അനുഗ്രഹം നൽകി അവരെ ജീവിതത്തിലേക്ക് കയറ്റിവിട എന്ന് പറഞ്ഞപ്പോ അർച്ചന അതെല്ലാം കേട്ട് കലിയോടങ്ങനെ നിന്നു. ഉടനെ അവന്തിക്ക് ഫോൺ വെക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഏട്ടത്തി, ഞാനും സച്ചിയേട്ടനും എന്തായാലും നെല്ലിശ്ശേരിയിലേക്ക് വരിക. ഇവിടെ എന്തായാലും വിവാഹ നിശ്ചയം മുടങ്ങി. അപ്പൊ പിന്നെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് അർച്ചന ചോദിച്ചു. അത് കേട്ടതോടെ ആകെ ടെൻഷനിലായി അവന്തിക. വിവാഹ നിശ്ചയം മുടങ്ങിയെന്നോ? അതെങ്ങനെ എന്ന് അവന്തിക അന്വേഷിച്ചതും അർച്ചന പറഞ്ഞു, അല്ല, ചെറുക്കനില്ലാതെ എങ്ങനെ വിവാഹ നിശ്ചയം നടത്തുക? അജയൻ കൃത്യസമയത്ത് എത്തിയില്ല. അജയൻ എത്താതെ വിവാഹ നിശ്ചയം നടത്താനാവില്ലല്ലോ. അതുകൊണ്ട് നിശ്ചയം മുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത് എന്ന് അർച്ചന അറിയിച്ചു. അത് കേട്ടതോടെ അവന്തികയ്ക്കാകെ ടെൻഷനായി. നിശ്ചയം മുടങ്ങിയെന്നോ? അതെങ്ങനെ സംഭവിക്കും? അതിന് അജയൻ അവിടെ എത്താതിരിക്കുന്നോ എന്ന് ആലോചിച്ചുകൊണ്ട് ആശങ്കയോടെ അവന്തിക നിൽക്കുന്നു.